രാവിലെ ആദി എഴുന്നേറ്റ് നോക്കുമ്പോ നയനയാണെങ്കിൽ എഴുന്നേറ്റിട്ടില്ല കേട്ടോ. മനസ്സിൽ ചിന്തിക്കുകയാണ്, ഇതെന്താ ഇത്ര നേരമായിട്ടും ഇവള് എഴുന്നേക്കാത്തയെന്ന്. സമയം നോക്കുമ്പോ ഏകദേശം ഒരു 7 മണിയായിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് ഇവള് എഴുന്നേറ്റ് കുളിച്ച് പൂജയൊക്കെ ചെയ്യുന്നതാണല്ലോ, ഇന്നിപ്പോ എന്ത് പറ്റി എന്ന് ആലോചിച്ചുകൊണ്ട് ആദ്യ വാഷ്റൂമിലേക്ക് പോകുന്നു. ആദ്യം പോയി കുളിച്ചിട്ട് വന്നിട്ടും നയന എഴുന്നേക്കുന്നില്ല. നയനെ വിളിക്കണോ വേണ്ടിയോ ഇങ്ങനെ ആലോചിക്കുന്നുണ്ടെങ്കിലും വേണ്ട, ഉറങ്ങുന്നെങ്കിൽ ഉറങ്ങട്ടെ, നമ്മളെ ശല്യപ്പെടുത്തണ്ടെന്നും പറഞ്ഞിട്ട് ആദ്യ താഴേക്ക് പോവാണ്. അപ്പോഴേക്കും ഗായത്രി ചോദിക്കുകയാണ്, എന്താ മോനെ നയൻ ഇതിൽ എഴുന്നേറ്റില്ലേ, ഇതുവരെ വന്ന് കണ്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ അറിയില്ല, ഉറങ്ങുന്നുണ്ട്, ഇനി നല്ല ഉറക്കമായിരിക്കും, അതുകൊണ്ട് ഞാൻ വിളിച്ചെഴുന്നേപ്പിച്ചില്ല എന്ന് പറയുമ്പോഴേക്കും ആഹാ, ഇന്ന് പൂജ അവളാണല്ലോ ചെയ്യേണ്ടത്, അവൾ എഴുന്നേറ്റ് വന്നില്ലല്ലോ എന്നും പറഞ്ഞിട്ട് ഗായത്രി ഞാൻ പോയി വിളിക്കട്ടെ എന്നും പറഞ്ഞിട്ട് മുകളിലേക്ക് കയറി പോവാണ്. അവിടെ ചെന്ന് നയന തട്ട് വിളിക്കുമ്പോഴൊന്നും നയന എഴുന്നേക്കുന്നില്ല കേട്ടോ. നയനാന്ന് വിളിച്ചിട്ട് നയനയുടെ ദേഹത്ത് തൊടുമ്പോഴാണ് ചുട്ടുപൊള്ളുന്ന പനിയാണ് കേട്ടോ നയനയ്ക്ക്. അയ്യോ നയന മോളെ എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ നയനയ്ക്ക് അനക്കമൊന്നും ഇല്ല, ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോഴേക്കും പെട്ടെന്ന് ഗായത്രി മേളിൽ ആദിന്ന് വിളിക്കുമ്പോഴേക്കും ആദി ഈ ഒരു ബഹളം കേട്ടോണ്ട് ബാക്കി എല്ലാവരും ആദ്യയുടെ പുറകെ കയറി ഓടുകയാണ് കേട്ടോ. അപ്പോഴേക്കും ഗായത്രി, ആദി നയനെ വിളിച്ചിട്ട് എഴുന്നേക്കുന്നില്ല, നീ എന്തൊരു മനുഷ്യനാ, അവളെ ഇങ്ങനെ തറയിലാണോ കിടത്തിരിക്കുന്നത്, നിനക്ക് കട്ടിലേ കിടത്തിക്കൂടെ എന്ന് ചോദിക്കുമ്പോഴേക്കും അത് അവളാ പറഞ്ഞ തറയെ കിടന്നോളാന്നൊക്കെ തറയെ കിടന്നോളാന്ന് പറഞ്ഞെന്ന് പറയുമ്പോൾ എന്നും പറഞ്ഞ് ഇങ്ങനെയാണോ. അപ്പോഴേക്കും മുത്തശ്ശൻ ചോദിക്കുകയാണ്, ഓഹോ അപ്പൊ നിങ്ങൾക്ക് ഒരു മാറ്റവും ഇല്ലല്ലേ, എന്നിട്ട് എന്താ നയനമാക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോഴേക്കും ഗായത്രി പറയാണ്, അറിയില്ല അച്ഛാ, വിളിച്ചിട്ട് എഴുന്നേക്കുന്നില്ല, കുറച്ച് വെള്ളം തളിക്ക് എന്ന് എല്ലാരും പറയുമ്പോഴത്തേക്കും ഇച്ചിരി വെള്ളം എടുത്ത് കളിക്കുകയാണ്. അപ്പോഴേക്കും നയന ചെറുതായിട്ടൊന്ന് കണ്ണു തുറക്കുന്നു. പക്ഷെ നയനയ്ക്ക് കണ്ണു പോലും തുറക്കാൻ പറ്റുന്നില്ല കേട്ടോ. വീണ്ടും നയന ബുദ്ധിമുട്ടായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോഴേക്കും ഗായത്രി, അയ്യോ മോളെ എന്ത് പറ്റി, എന്റെ മോക്ക് എന്ത് പറ്റി, ചുട്ടു പൊള്ളുന്നുണ്ട്, എത്രയും പെട്ടെന്ന് ഡോക്ടറെ വിളിക്കുക എന്ന് പറയുകയാണ്. അപ്പൊ ഡോക്ടർ വന്നാൽ പോരെ, നമുക്ക് അങ്ങോട്ടേക്ക് കൊണ്ടുപോകാം, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതായിരിക്കും നല്ലതെന്നും പറഞ്ഞിട്ട് ആദർശ് അപ്പോൾ തന്നെ വണ്ടി എടുക്കാന്നും പറഞ്ഞിട്ട് പെട്ടെന്ന് വണ്ടി എടുക്കുന്നു. അങ്ങനെ ഗായത്രിയും ദേവയാനിയും കൂടിയിട്ട് നയനേനയും ആദർശും ഉണ്ട്, അതുപോലെ തന്നെ മുത്തശ്ശനുണ്ട് കേട്ടോ, അനിയുമുണ്ട്. അങ്ങനെ എല്ലാവരും കൂടെ കൂടിയിട്ട് വണ്ടിയിൽ നയനേനെ കൊണ്ടുപോവാണ് ഹോസ്പിറ്റലിലേക്ക്. അവിടെ ചെന്ന് കഴിയുമ്പോഴേക്ക് അവര് പറയുന്നു, നല്ല ഫീവർ ഉണ്ട്, 104 ഡിഗ്രി പനിയുണ്ട്, ഇതെന്ന് ഇത്രയും കൂടുതൽ വെച്ചോണ്ടിരുന്നത്, അങ്ങനെ പനി കൂടിയിട്ടാണ് ആൾ അൺകോൺഷ്യസ് ആയി പോയെന്ന് പറയാണ്. എന്തായാലും ഒന്ന് ട്രിപ്പ് കയറട്ടെ, അത് കഴിയുമ്പോൾ ആൾ ഓക്കെ ആവും, പിന്നെ ടാബ്ലറ്റ് എടുത്താൽ മതി, നിങ്ങൾക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാം, കുറച്ചു നേരം ഇവിടെ ട്രിപ്പ് തീരുന്നേരം നിൽക്കണമെന്ന് പറയാൻ കേട്ടോ. അങ്ങനെ മുത്തശ്ശനും ആദ്യം ദേവേനും എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ ട്രിപ്പൊക്കെ കയറുന്നു. അങ്ങനെ നയന നല്ല ഉറക്കാണ് കേട്ടോ. നയന അങ്ങനെ കണ്ണു തുറക്കാനൊന്നും എനിക്ക് പറ്റുന്നില്ല, അതുപോലെ ശരി നല്ല ക്ഷീണമുണ്ട്, നല്ല പനിയുണ്ട് കേട്ടോ. ഡോക്ടർ പറയണ, ഇന്നലെ രാത്രി കുഴപ്പമല്ലോ ഉണ്ടായെന്ന് ചോദിക്കുമ്പോൾ ആദ്യം പറഞ്ഞു, ഇല്ല അങ്ങനെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല, ചെറിയൊരു ക്ഷീണം പോലെ മുഖത്ത് തോന്നിയതേ ഉള്ളൂ, കിടന്നുറങ്ങുകയും ചെയ്ത് സാധാരണയായിട്ടെന്ന് പറയാണ്. സിയുടെ തണുപ്പ് എല്ലാം കൂടുതലായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ആദ്യം പറയുന്നു, എന്നത്തെയും പോലെ ഉള്ളൂ എന്ന് പറയുന്നു. അപ്പോഴേക്കും ഗായത്രി ഇങ്ങനെ നമ്മുടെ ആദ്യനെ ദേഷ്യപ്പെട്ട് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. എന്നിട്ട് നീ ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞിട്ട് എല്ലാവരും ആ റൂമിൽ നിന്ന് ഇറങ്ങുകയാണ്. എന്നിട്ട് ആദ്യനെ വഴക്ക് പറഞ്ഞിട്ടോ, മുത്തശ്ശൻ നീ എന്ത് പണിയാ കാണിച്ചത്, തറയിൽ കിടന്ന് സിയുടെ തണുപ്പ് മാത്രമപ്പോ അവൾക്ക് ചേർന്ന് കാണത്തില്ല, അതുകൊണ്ടായിരിക്കും എന്ന് പറയുമ്പോൾ ആദ്യം പറയുന്നു, അവള് കല്യാണം കഴിഞ്ഞപ്പോ തൊട്ട് തറയിൽ തന്നെയാണ് കിടക്കുന്നത്, അല്ലാതെ അത് ഇന്നവരെ പനി പിടിച്ചിട്ടില്ലോ എന്ന് പറയുമ്പോഴേക്കും മുത്തശ്ശൻ ചോദിക്കുകയാണ്, അന്നോട്ട് തന്നെ പനി പിടിക്കണമായിരുന്നു എന്ന് ചോദിച്ചു വഴക്ക് പറയാൻ കേട്ടോ. നീയാണ് വീട്ടിലെ മൂത്ത ആള്, നിന്നെ കണ്ടാണ് എല്ലാവരും പഠിക്കേണ്ടത്, നീ തന്നെ ഇങ്ങനെ ഉത്തരവാദിത്വം ഇല്ലാതെ പറഞ്ഞ് പെരുമാറിയ ബാക്കിയുള്ളവരും അത് കണ്ടല്ലേ പഠിക്കുള്ളൂ എന്ന് മുത്തശ്ശൻ പറഞ്ഞിട്ട് വഴക്ക് പറയാം കേട്ടോ. നിന്നെ ഞാൻ ഇങ്ങനെ നല്ല കരുതിയത്, ഇപ്പൊ നിന്റെ സ്വഭാവം തീരെ ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഗായത്രിയും വഴക്ക് പറയുന്നു. ദേവേനി പറയാണ്, അവനെ എന്തിനാ വഴക്ക് പറയുന്നത്, അവളല്ലേ അവളുടെ ഇഷ്ടപ്രകാരം തറയിലിറങ്ങി കിടക്കുന്നത്, അത് അവളുടെ കാര്യമല്ലേ, എന്തിനാ അവനെ പറയുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും ഗായത്രി പറഞ്ഞു, അങ്ങനെ ഒഴിയാൻ നോക്കല്ലേ ദേവയാനി ചേച്ചി, എന്തായാലും ഇവനാണ് ഇവന്റെ ഭാര്യയുടെ കാര്യം നോക്കേണ്ടത്, അങ്ങനെയല്ലേ എന്ന് ചോദിക്കുകയാണ്. മുത്തശ്ശൻ പറയാണ്, ദേവയാനി നീ ഇപ്പൊ എന്താ പെരുമാറുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം, അത് തന്നെ നീ നിന്റെ മോന്റെ മനസ്സിലും കുത്തി നിറയ്ക്കാൻ നോക്കണ്ട എന്ന് പറയുന്നു. അങ്ങനെ എല്ലാരും പുറത്ത് വെയിറ്റ് ചെയ്യുമ്പോഴേക്കും ഗായത്രി പറയാണ്, ഈ സമയത്താണ് അവക്ക് നിന്റെ സാമീപ്യം ആവശ്യം, അതുകൊണ്ട് അങ്ങോട്ട് അകത്തേക്ക് കയറി ചെന്നേന്ന് പറയുമ്പോഴേക്കും ദേവയാനി അതിന്റെ ആവശ്യമൊന്നുമില്ല, നമുക്ക് പോയിരിക്കാന്ന് പറയുമ്പോ മുത്തശ്ശൻ പറയാണ്, അതിന്റെ ദേവയാനി അതിന്റെ ആവശ്യമില്ലാതെ, നിനക്ക് അസുഖം വരുമ്പോ നിന്റെ ഭർത്താവ് അടുത്തിരിക്കണമെന്ന് നിനക്ക് ആഗ്രഹമില്ല എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ദേവേനെ ഒന്നും മിണ്ടാതിരിക്കാൻ കേട്ടോ. അങ്ങനെ മുത്തശ്ശൻ വഴക്ക് പറഞ്ഞ് ആദ്യനെ അകത്തേക്ക് കയറ്റി വിടുന്നു. അങ്ങനെ ആദ്യം പോയിട്ട് നയനയുടെ ബെഡിന്റെ അടുത്ത് തന്നെ ഇങ്ങനെ ഇരിക്കാൻ കേട്ടോ കുറെ നേരം. അങ്ങനെ ആ ഒരു അവസ്ഥയിൽ നയനയെ കാണുമ്പോൾ ആദ്യക്ക് വല്ലാത്ത സങ്കടം തോന്നുന്നുണ്ട്. അതുവരെ ഉണ്ടായ കാര്യങ്ങളൊക്കെ ആദ്യം ഒന്ന് ഫ്ലാഷ് ബാക്കിൽ ഇങ്ങനെ ഓർക്കാണ് കേട്ടോ. നയനയായിട്ട് അടികൂടിയതും അതിനുശേഷം കല്യാണത്തിന്റെ അന്ന് മുഖം മറച്ച് നയന വന്നതും ശേഷം മുഖം ഇങ്ങനെ എല്ലാവരും ഉയർത്തി കാണിച്ചതും എല്ലാവരുടെ മുമ്പിൽ വെച്ച് കരഞ്ഞതും പിന്നീട് അങ്ങോട്ടേക്കുള്ള കളിയും ചിരിയും കുസൃതികളും അതുപോലെ തന്നെ കരച്ചിലും സങ്കടവും നവ്യയാണ് തെറ്റുകാരൻ തെളിയിക്കാൻ വേണ്ടി നയന നടത്തിയ കഷ്ടപ്പാടും ഒക്കെ ഇങ്ങനെ ആദ്യം മനസ്സിലാലോചിക്കുകയാണ്.
അങ്ങനെ ആദ്യക്ക് ചെറുതായിട്ട് നായനോട് ഇഷ്ടമൊക്കെ തുടങ്ങിയ സമയമായിരുന്നു കേട്ടോ. അപ്പൊ ആദ്യം മനസ്സിലും ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. കാരണം താൻ കാരണമാണോ നയനക്ക് ഇങ്ങനെ സംഭവിച്ചത്, തറയിൽ താൻ കിടത്തിയിട്ടാണോ നയനക്ക് ഇങ്ങനെ സംഭവിച്ചതെന്നൊക്കെ ആദ്യം ഉള്ളിൽ ഒരു കുറ്റബോധം ഉണ്ടാവാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ കുറെ നേരം കഴിയുന്നു. ആദ്യം ഇങ്ങനെ നയന അടുത്ത് തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ നോക്കിക്കൊണ്ട്. അങ്ങനെ നയന കണ്ണ് തുറക്കുകയാണ്. കണ്ണ് തുറന്ന് നോക്കുമ്പോൾ അടുത്ത് ആദ്യം ഇരിക്കുകയാണ്. അപ്പോഴേക്കും നയന പെട്ടെന്ന് അയ്യോ ആദ്യമായിട്ടാ എനിക്ക് എന്താ പറ്റിയേ, എന്തോ രാത്രിയിൽ നല്ല ക്ഷീണം തോന്നി, ഞാൻ കിടന്ന് ഉറങ്ങി, പിന്നെ എനിക്ക് ഒന്നും ഓർക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോഴേക്കും ആദ്യം പറയണ പേടിക്കാനൊന്നുമില്ല, പനി കൂടുതലായതാണ്, ഞങ്ങള് താൻ അൺകോൺഷ്യസ് ആയിരുന്നു അതുകൊണ്ട് കൊണ്ടുവന്നതാ, ഇപ്പൊ ട്രിപ്പ് തീർന്നതുകൊണ്ട് നമുക്ക് പോകാമെന്ന് പറയുന്നു. ആദ്യമായിട്ടും തന്നെയാണ് കൊണ്ടുവന്ന് ചോദിക്കുമ്പോൾ അല്ല, ഗായത്രി ചെറിയമ്മയും എന്റെ അമ്മയും മുത്തശ്ശനും ഒക്കെ ഉണ്ടെന്ന് പറയാൻ കേട്ടോ. അങ്ങനെ ഡോക്ടർ അപ്പോഴേക്ക് അങ്ങോട്ടേക്ക് വന്നിട്ട് എന്തായെന്ന് ചോദിക്കുകയാണ്. അപ്പം ഇപ്പൊ എനിക്ക് കുഴപ്പമില്ല ഡോക്ടർ എന്ന് പറയുമ്പോഴേക്കും അവര് പറയാണ് നന്നായിട്ട് റെസ്റ്റ് എടുക്കണം, 2 ദിവസത്തേക്ക് കട്ടികൂടി പണിയൊന്നും ചെയ്യണ്ട, ഇതുപോലെ ടാബ്ലറ്റും കഴിച്ച് നല്ല ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ നല്ല പ്രോട്ടീൻ ഉള്ള ആഹാരമൊക്കെ കഴിച്ച് റെസ്റ്റ് എടുത്താൽ അങ്ങ് മാറിക്കോളും, ചെറിയൊരു വൈറൽ പനിയാണെന്ന് തോന്നുന്നു എന്ന് പറയാൻ കേട്ടോ. എന്തായാലും ബ്ലഡ് സാമ്പിൾ എടുത്ത് ബ്ലഡ് സാമ്പിൾ ടെസ്റ്റ് ചെയ്തിട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ല, കൊണ്ടുപോകാമെന്ന് പറയാണ്. അങ്ങനെ അവിടുന്ന് ഡിസ്ചാർജ് ആയിട്ട് നയനെ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ആദ്യം തന്നെ നയനയുടെ കയ്യിൽ ഇങ്ങനെ പിടിച്ച് നയനെ താങ്ങി പിടിച്ച് കൊണ്ടുപോകാം കേട്ടോ ചെയ്യുന്നത്. അപ്പൊ നയന പറഞ്ഞു എനിക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല, നടന്നോളാം എന്ന് പറയുമ്പോൾ സാരില്ല എന്ന് പറഞ്ഞിട്ട് ഗായത്രി പറയാണ് സാരില്ല, അവൻ പിടിച്ചോണ്ട് വരട്ടെ, അവൻ നിന്റെ ഭർത്താവല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുവരാം കേട്ടോ. അങ്ങനെ ആദ്യം ഡ്രൈവ് ചെയ്യുമ്പം നയന ഇങ്ങനെ കാറിനകത്ത് കയറ്റി ഇരുത്തിട്ട് ആദ്യം ഡ്രൈവ് ചെയ്യാൻ പോവാണ്. അങ്ങനെ ഗായത്രി നയനേനെ ഇങ്ങനെ തന്റെ തോളിലേക്ക് ചാച്ചു കിടത്തിയിട്ട് ഇങ്ങനെ അവളെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് വെച്ചോണ്ടിരിക്കാനുണ്ട്. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ ദേവയാനിക്ക് ഇങ്ങനെ വല്ലാണ്ട് വരുന്നുണ്ട്. കാരണം താനാണല്ലോ അമ്മായിമ്മ, താനൊന്നും ചെയ്യാത്തോണ്ടാണല്ലോ അവര് ചെയ്യുന്നത്, എങ്കിലും എല്ലാരും എന്നെ കുറ്റപ്പെടുത്തുമല്ലോ എന്നൊക്കെ ഓർത്ത് ദേവയാനിക്കും വല്ലാത്തൊരു ബുദ്ധിമുട്ടാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ നയനേനെ വീട്ടിലേക്ക് കൊണ്ടുപോവാണ്. അവിടെ ചെല്ലുമ്പോഴേക്കും ആനിയൊക്കെ ചോദിക്കുകയാണ് എന്താ എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോഴേക്കും കുഴപ്പമൊന്നുമില്ല, പനി കൂടി പോയതാണെന്ന് പറയുന്നു. അങ്ങനെ ഗായത്രി അവളെ അവളുടെ മുറിയിലേക്ക് ആക്കുകയാണ് കേട്ടോ. എന്നിട്ട് ആദ്യോട് ചോദിക്കുന്നു എന്താടാ ഇനിയും തറയെ കിടത്താന്ന് ചോദിക്കുമ്പോൾ അയ്യോ വേണ്ട ചെറിയമ്മേ, കട്ടിലെ തന്നെ അവള് കിടക്കട്ടെ എന്ന് പറയാണ്. അങ്ങനെ നയനനെ കട്ടിലോട്ട് കിടത്താണ് കേട്ടോ. അങ്ങനെ ടാബ്ലറ്റ് ഒക്കെ കൊടുത്ത് ഗായത്രി കിടത്തിയിട്ട് മോക്കുള്ള ഫ്രൂട്ട്സും കഞ്ഞിയൊക്കെ ആയിട്ട് ഞാൻ വരാൻ കേട്ടോ എന്ന് പറയാണ്. അപ്പത്തേനും ആദ്യം പറയണ പോഷകാഹാരം കൊടുക്കണമെന്ന് പറഞ്ഞത്, കഞ്ഞിയല്ലെന്ന് പറയുമ്പോഴേക്കും ഗായത്രി പറയാണ് ആദ്യം കഞ്ഞി, അത് കഴിഞ്ഞിട്ടല്ലേ ബാക്കി, അതൊക്കെ എനിക്കറിയാം, അവളുടെ ഫുഡൊക്കെ ഞാൻ നോക്കിക്കോളാം, നീ അത് കൊടുക്കാൻ ശ്രദ്ധിച്ചാൽ മതി എന്ന് പറയാൻ കേട്ടോ. അപ്പൊ ആദ്യം പറയുന്നു അയ്യോ എനിക്ക് ഓഫീസിലേക്ക് പോകണം പറ്റില്ല എന്ന് പറയുമ്പോഴേക്കും മുത്തശ്ശൻ പറയാണ് നീ എന്തായാലും 2 ദിവസത്തേക്ക് ഒരു ഓഫീസിലേക്കും പോകുന്നില്ല, നയനയുടെ പനി കുറഞ്ഞതിന് ശേഷം നീ പോയിക്കോ എന്ന് പറയാണ്. അവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഡീൽ ചെയ്തോളാന്ന് പറയുന്നു. അങ്ങനെ ആദ്യയോട് അപ്പൊ നയന് പറയണ അയ്യോ വേണ്ട മുത്തശ്ശ ആദ്യമായിട്ടും പോയിക്കോട്ടെ, ഇവിടെ ഗായത്രി ചെറിയമ്മയൊക്കെ ഉണ്ടല്ലോ, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാന്ന് പറയാണ്. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, ആദ്യം ഇവിടെ തന്നെ നിക്കട്ടെ എന്നും പറഞ്ഞിട്ട് മുത്തശ്ശൻ അങ്ങനെ പറഞ്ഞിട്ട് പോവാണ് കേട്ടോ. അങ്ങനെ ആദ്യം അവിടെ നിക്കാണ്. അപ്പോഴേക്കും നയനയ്ക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല. അപ്പൊ പതിയെ ആദ്യം നയനെ എഴുന്നേപ്പിച്ചൊക്കെ ഇരുത്തുന്നുണ്ട്. ശേഷം ഗായത്രി കഞ്ഞി കൊണ്ട് കൊടുത്തിട്ട് പോവാണ് കേട്ടോ. അപ്പൊ ഈ കഞ്ഞിയൊക്കെ ആദ്യം നയനയ്ക്ക് വാരി കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നയനയുടെ ചുണ്ടിൽ അതിങ്ങനെ പറ്റിയിരിക്കുമ്പോൾ അതിങ്ങനെ തോവാല കൊണ്ട് തുടച്ചൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യം എന്നിട്ട് വെള്ളം കൊടുക്കുന്നുണ്ട്, ഗുളിയൊക്കെ കൊടുക്കുന്നുണ്ട്. ശേഷം നയന പറയണ എനിക്ക് വാഷ്റൂമിൽ പോകണം, ഗായത്രി ചെറിയമ്മ വിളിക്കുമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് ആക്കാന്ന് പറഞ്ഞിട്ട് നയനെ കയ്യിൽ പിടിച്ചുകൊണ്ട് പോയിട്ട് ബാത്റൂം തുറന്ന് അകത്തേക്ക് ആക്കിയിട്ട് ആദർശിന്റെ വെളിയിൽ വെയിറ്റ് ചെയ്ത് നിൽക്കാൻ കേട്ടോ. അങ്ങനെ നയനെ തിരിച്ചിറങ്ങി വരുമ്പോഴേക്കും ആദർശ് കൂട്ടിക്കൊണ്ട് വന്ന് കട്ടിലയിൽ കൊണ്ട് വീണ്ടും കിടത്താണ്. അങ്ങനെ ആദർശ് ഇങ്ങനെ നയനെ കയറി എന്നൊക്കെ കാണുമ്പോൾ നയനയ്ക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അതുപോലെ തന്നെ ആദർശിനുള്ള നയനെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോയി നയനയുടെ കൂടെ ഇരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ അറിയാതെ ആദർശ് ഇങ്ങനെ നയനയിൽ നല്ലൊരു അട്രാക്ഷൻ ആവുന്നുണ്ട് കേട്ടോ. അങ്ങനെ പരസ്പരം രണ്ടുപേരും കള്ളുകളിൽ നോക്കിയിരിക്കുകയാണ്. അന്ന് മൊത്തം ആദർശ് ഇങ്ങനെ നയനെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അപ്പം നയനയ്ക്ക് കുളിക്കണം എന്ന് പറയുമ്പോൾ ആദർശ് പറയാണ് വേണ്ട, പനി വിട്ടിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് കുളിച്ചാൽ മതി എന്ന് പറയാണ്. അങ്ങനെ ഓക്കെ എന്ന് പറഞ്ഞിട്ട് അന്ന് രാത്രിയിൽ നയനെ കട്ടിലേ കിടന്നിട്ട് തന്നെ ആദർശ് ഇങ്ങനെ എന്ത് ചെയ്യണം എന്ന് പറയാൻ നിൽക്കുമ്പോൾ നയനെ പറയാണ് സാരമില്ല ഞാൻ തറയിൽ കിടന്നോളാം, ആദർശിന്റെ കട്ടിലേ കിടന്നു എന്ന് പറയുമ്പോഴേക്കും അങ്ങോട്ടേക്ക് ഗായത്രി കയറുകയാണ് കേട്ടോ. അപ്പൊ എന്നിട്ട് പറയാണ് എന്താ ആദർശ് ഇത്, ഇത്രയ്ക്കും നീ ഒരു ഇതാണെന്ന് ഞാൻ കരുതിയില്ല, നീയല്ലേ എല്ലാവരും റോൾ മോഡലായിട്ട് നിൽക്കേണ്ടത്, അപ്പൊ നീ തന്നെ ഇങ്ങനെ ചെയ്താലോ, അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം, നീ അവളുടെ അടുത്തേക്ക് കയറക്ക്, എന്ത് സംഭവിക്കുന്നു ഈ ലോകം അവസാനിക്കാൻ ഞാനും നോക്കട്ടെ എന്നും പറഞ്ഞിട്ട് ഗായത്രി പോവാണ് കേട്ടോ. അങ്ങനെ നയനൊന്ന് കെയറൊക്കെ ചെയ്തിട്ട് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആദർശ് ഒരു മടിയോടുകൂടി തന്നെ കട്ടിലയിൽ നയനെ അടുത്ത് കിടക്കുന്നുണ്ട്. അങ്ങനെ ഉറങ്ങി രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇങ്ങനെ ആദർശ് നയനെ അടുത്തടുത്താണ് കിടക്കുന്നത്. അങ്ങനെ ആദർശ് ഇങ്ങനെ നയനെ തന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്, തൊട്ട് നോക്കാണ്ട് നെറ്റിക്ക്. അപ്പൊ പനി ഇങ്ങനെ ചെറുതായിട്ട് വിട്ടിട്ടുണ്ട്. ആദർശ് നെറ്റിക്ക് തൊട്ട് നോക്കുമ്പോൾ പെട്ടെന്ന് നയനെ ഇങ്ങനെ ഞെട്ടി എണീക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും അല്ല പനി കുറഞ്ഞോ നോക്കിയതാണ് എന്ന് പറയുന്നു. അപ്പൊ നയന ഇങ്ങനെ ചിരിക്കുകയാണ്. എന്നിട്ട് നയന പതിയെ എഴുന്നേക്കും, ഞാൻ സഹായിക്കാന്ന് പറയുമ്പോൾ ഓക്കെ എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ ആദ്യം ഇങ്ങനെ നയനെ സഹായിക്കുകയാണ് കൊണ്ടാൻ വേണ്ടി. അപ്പൊ
നയന ചെന്നിട്ട് ഇങ്ങനെ പല്ലൊക്കെ ബ്രഷൊക്കെ ചെയ്യുന്നു. അതുപോലെ തന്നെ നയന എനിക്ക് ഇന്നൊന്ന് കുളിക്കണം, അല്ലാതെ പറ്റുന്നില്ല, എനിക്ക് ക്ഷീണം മാറും എന്ന് പറയുമ്പോഴേക്കും ആദർശ് ഓക്കെ എന്നും പറഞ്ഞിട്ട് നയനെ ബാത്റൂമിലേക്ക് കയറ്റി വിടുന്നു. അങ്ങനെ ആദർശ് അവിടെ തന്നെ വെയിറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ നയന ചൂടുവെള്ളത്തിൽ തന്നെ ചെറുതായിട്ടൊന്ന് കുളിച്ചിട്ട് ഇറങ്ങി വരികയാണ്. അങ്ങനെ ആദർശ് വീണ്ടും നയനെ പിടിച്ചുകൊണ്ട് അവിടെ കൊണ്ടിരുത്തുമ്പോൾ നയന പറയാണ് എനിക്കിപ്പം കുഴപ്പമൊന്നുമില്ല, ഇനി പിടിക്കണ്ട ആദർശ് ചേട്ടാന്ന് പറയാണ്. ഓക്കെ എന്ന് പറയുന്നു. അങ്ങനെ ഗായത്രി വന്ന് കഥവിന് മുട്ടാണ്. എന്നിട്ട് എഴുന്നേറ്റ് രാവിലെ എന്തിനാ നയനെ കുളിച്ചതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് പറ്റുന്നില്ല, അത് ചെറിയമ്മേ വല്ലാത്തൊരു ക്ഷീണം പോലെ, ഇപ്പൊ ഒരു ആശ്വാസമായെന്ന് പറയുമ്പോൾ ചൂടുവെള്ളത്തിലല്ലേ കുളിച്ചതെന്ന് ചോദിക്കുന്നു. അതേന്ന് പറയാണ്. അപ്പോഴേക്ക് ഇച്ചിരി രാസ്നാദി പൊടി കൊണ്ടുവന്ന് നെറുകയിലിട്ട് കൊടുക്കാൻ കേട്ടോ. എന്നിട്ട് ഇനി ആ മുടിയൊക്കെ നന്നായിട്ട് തോർത്തി ഉണക്കിക്കേ, എന്നിട്ട് മോള് റെസ്റ്റ് എടുത്തോ, ആദ്യം നീ പോയി കുളിക്കും ബ്രഷ് ചെയ്യുകയൊക്കെ ചെയ്തോ, ഇനി നയനയ്ക്ക് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്തോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശിനെ പറഞ്ഞു വിടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഗായത്രി ചോദിക്കുന്നുണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നലെ ആദർശ് എന്ന് ചോദിക്കുമ്പോൾ അതിനാ ചെറിയമ്മ അങ്ങനെ ചോദിക്കുകയാണ്. അല്ല ഞാൻ രണ്ടുപേരും ഒരുമിച്ചാന്നല്ലേ കിടന്നു ചോദിക്കുമ്പോൾ ആദർശേട്ടൻ അവിടെ കിടന്നുറങ്ങി, ഞാൻ ഇവിടെ കിടന്നുറങ്ങി. ആഹാ കൊള്ളാം, നല്ല അവസരം കിട്ടിയിട്ട് നീ അതൊന്നും മുതലാക്കിയില്ലെന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പൊ അയ്യേ ചെറിയമ്മ എന്തൊക്കെയാ പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ ഒന്നും ഇല്ല, അതൊക്കെ വഴിയെ മനസ്സിലായിക്കോളും എന്നും പറഞ്ഞിട്ട് ചെറിയമ്മ ഇങ്ങനെ ചിരിച്ചോണ്ട് അവിടെ നിന്ന് ഇങ്ങനെ പോവാനാട്ടോ ചെയ്യുന്നത്. അപ്പൊ നയനയ്ക്ക് ഇങ്ങനെ നാണം വരുന്നുണ്ട്. ഇങ്ങനെ ആദർശ് അപ്പോഴേക്കും ഇതെല്ലാം ആദർശ് കേൾക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആദർശിന് മനസ്സിലാലേക്കാണ് എന്തായാലും എന്റെ അമ്മയ്ക്ക് ഞാൻ കൊടുത്ത വാക്ക് പാലിക്കും, അവളെ ഞാൻ ഒരിക്കലും അംഗീകരിക്കില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് നയനെ നോക്കുമ്പോൾ ആദർശിന് ആ ഒരു മനസ്സ് അങ്ങോട്ട് വരുന്നില്ല കേട്ടോ. വീണ്ടും നയനെ നോക്കുമ്പോൾ ആദർശിന് വീണ്ടും വല്ലാത്തൊരു കുറ്റബോധമൊക്കെ തോന്നുന്നുണ്ടെങ്കിലും ഇങ്ങനെ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. അല്ല അവളിനെ പറ്റിച്ചാണ് വന്നെന്ന് പറഞ്ഞ് മനസ്സിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് പറ്റുന്നില്ല കേട്ടോ. ഇതുപോലുള്ള അപ്കമിംഗ് ആയുള്ള റിവ്യൂസ് നമ്മുടെ ചാനൽ എപ്പോഴും അവൈലബിൾ ആണ്. മിസ്സാവാതിരിക്കാൻ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യല്ലോ. താങ്ക്സ് ഫോർ വാച്ചിങ്.